അപ്പോൾ മോർണിംഗ് ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇക്വിറ്റി എങ്ങനെ പോണു? കൊറോണ കാലമൊക്കെ മക്കളെ ഉഷാറായി പോകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ എടുത്തിരുന്നു അല്ലേ? ഒരു കവിത ഒരു പക്ഷേ മാഷ അയച്ചെന്ന് പറയുന്നു. നമ്മളേതായാലും ഇന്ന് തുടങ്ങുന്നത് സെക്കൻഡ് യൂണിറ്റ്. ഈ ഇക്കായി ദോന്ന് കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് ഹർ കല പ്രകൃതിക്ക് നക്കൽഹ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തുകണ്ട. ഹർ കല പ്രകൃതിക്ക് നക്കൽഹ എന്നൊക്കെ പറഞ്ഞ അർത്ഥേ എല്ലാ കലകളും പ്രകൃതിയുടെ അനുകരണമാണ് എന്നാണ്. അനുകരണം എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ. പ്രകൃതിയെ അനുകരിക്കുന്നതാണ് എല്ലാ കലകളും എന്നാണ് അർത്ഥം. ഓക്കെ, അവിടെ ഒരു കുട്ടിയെ കാണാം. ആ കുട്ടി ഒരു ആളുടെ പ്രഭാഷണം ശ്രദ്ധിക്കുകയാണ്. ആ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗം നടത്തുന്ന ആളെ പേര് ഒരുപക്ഷെ പിക്ചർ കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം. അപ്പോൾ ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് വൈകാതെ ക്ലാസ്സൊക്കെ ലൈനായിട്ട് കാണണ്ടേ? ഓഫ്ലൈനായിട്ട് തന്നെ ക്ലാസ് നടക്കണം നമുക്ക്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അയാം കലാം കെ ബഹാനെ. അയാം കലാം കെ ബഹാനെ. ഇത് അയാം കലാം കെ ബഹാനെ ഇതൊരു മിഹിറാണ് എഴുതിയ ലേഖകൻ്റെ പേര്. ഇതൊരു ഫിൽമി ലേഖാണ്, സിനിമാ ലേഖനം, ഫിൽമി ലേഖാണ്. അയാം കലാം കെ ബഹാനെ. ചാപ്റ്ററിൻ്റെ പേര് അയാം കലാം കെ ബഹാനെ. ഇതിൻ്റെ മീനിങ് ഞാൻ കലാം എന്ന ഭാവത്തിൽ. ഞാൻ കലാം എന്ന ഭാവത്തിൽ. ഞാൻ കലാം എന്ന ഭാവത്തിൽ എന്നാണ്. അയാം കലാം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ പേരും കൂടിയാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയണത് ഈ മിഹിർ എന്ന് പറയുന്ന നമ്മുടെ ലേഖകൻ്റെ എഴുതിയ ആളുടെ പേര് മിഹിറാണ്. മിഹിർ ആദ്യം സ്വന്തം കുട്ടിക്കാല അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ശേഷം ആ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഉസ്കാ നാം ഹെ മോർപാൽ. അവൻ്റെ പേര് മോർപാൽ എന്നാണ്. പിന്നെ മോർപാൽ വളരെ ഗരീബി ആത്മീയാണ്, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. മിഹിറാണെങ്കിൽ, ലേഖകനാണെങ്കിൽ അത്യാവശ്യമൊക്കെ സാമ്പത്തികമായിട്ട് മെച്ചമുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കമ്പാരിസൺ, വീട്ടിൽ ഭക്ഷണം കൊണ്ടുവരുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയാണ് മോർപാലിനുള്ളത്. അങ്ങനെയൊക്കെ പോകുന്നു കഥയുടെ. അല്ലെങ്കിൽ ഈ ഇതൊരു ഫിൽമി ലേഖാണ്, സിനിമാ ലേഖനം എന്നൊക്കെ പറയാം. ഇത് 2ാം ഭാഗത്തിൽ അദ്ദേഹം കണ്ട സിനിമയായ അയാം കലാം എന്ന് പറയുന്ന സിനിമയിൽ, ആ സിനിമയിലെ കഥയും സ്വന്തം ലൈഫിലെ അനുഭവങ്ങളും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഹാപ്പി അല്ലേ? നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കൂ. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാത്തി ഥാ മോർപാൽ. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOOK लुक. लुक यानी लुक के देखना. नाम का पहला अक्षर मिलने की वजह से क्लास की दरीपट्टी पर हमारी बैठने की जगह भी साथ ही थी. वही मोरपाल जिसके मेरे खाने के डिब्बे में राजमा देखते ही बामचेम खिल जाती थी. हमारा सौदा था खेलखंडी में खाने की अदला बदला की. यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा चाच का डिब्बा मेरा. उसे पता था कि चाच मेरी कमज़ोरी है, लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज़ा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. मोरपाल ने मेरे टिफ़िन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. मैं आज तक नहीं जान पाया कि
कैसे वो उस चाची के टिप्पे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था. നോക്കൂട്ട്, വലിയ പാരഗ്രാഫാണ്. ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? തുറക്കും നോക്കലൊന്നും ഇല്ലല്ലോ ക്ലാസ്സിൽ. നോക്കും. गांव के स्कूल में मेरा एक साथी था मोरपाल. गांव के ഗ്രാമത്തിലെ, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. गांव के स्कूल में ഗ്രാമത്തിലെ സ്കൂളിൽ മേര ഏക് സാഥി ഥാ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഗ്രാമത്തിലെ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഉസ്കാ സാഥി ഥാ മോർപാൽ. അവൻ്റെ പേരാണെന്ത്? മോർപാൽ. നമ്മുടെ മിഹിറിൻ്റെ അഥവാ നമ്മുടെ ലേഖകൻ്റെ കൂട്ടുകാരൻ്റെ സാഥി കോൻ ഥാ. ആരാണ് കൂട്ടുകാരൻ്റെ പേരെന്താണ്? മോർപാൽ. ഒരിക്കൽ കൂടി പറയാ, ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പേരെന്താണ്? ഉസ്കാ നാം ക്യാ ഹെ? മോർപാൽ. വഹി മോർപാൽ ജിസ്നെ एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. ഈ മോർപാൽ വഹി മോർപാൽ, ഈ മോർപാൽ ജിസ്നെ അവൻ, ഏക് ബാർ ഒരിക്കൽ, ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനായ, അംഗ്രേസി ഇംഗ്ലീഷ് അധ്യാപകനായ തിവാരിജി, തിവാരി എന്ന പേര് ജി എന്ന് പറയുന്നത് ഹിന്ദി കൂടി ചേർക്കുമല്ലോ, തിവാരിജിയെ, ഏക് ബാർ തിവാരിജിയോട്, ലുക്ക് കാ മത്ലബ് തിവാരിജിയോട് ലുക്ക്, അവിടെ ഇംഗ്ലീഷ് ലുക്ക് എന്ന് കൊടുത്തോണ്ടില്ലേ, ലുക്ക് എന്നുള്ളതിൻ്റെ ആശയവും, ലുക്ക് കാ മത്ലബ്, മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ലുക്കിൻ്റെ അർത്ഥവും, ഔർ സഹി ഹിജ്ജെ അതിൻ്റെ ശരിയായ, ഹിജ്ജെ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം, ശരിയായ ഉച്ചാരണവും, പൂച്ചേ ജാനെ പർ ചോദിച്ചപ്പോൾ, ശരിയായ അർത്ഥവും ഉച്ചാരണവും പൂച്ചേ ജാനെ പർ ചോദിച്ചപ്പോൾ, ബദായാഥ പറഞ്ഞു. ഒരു ദിവസം തിവാരിജി എന്ന് പറയുന്ന അംഗ്രേസിയുടെ ഇംഗ്ലീഷിൻ്റെ മാഷ് ലുക്കിൻ്റെ മീനിങ്ങും അതിൻ്റെ സ്പെല്ലിങ്ങും ഉച്ചാരണവും ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? LOOK ലുക്ക്, ശരിക്കുള്ള സ്പെല്ലിങ് പറഞ്ഞു, LOOK ലുക്ക്. അത് വായിക്കാൻ അങ്ങനെ കേട്ടോ, അത് ഇംഗ്ലീഷ് ഹിന്ദി കൊടുത്താണ്. ലുക്ക് യാനി ലുക്ക്, ലുക്ക് അതായത് ലുക്ക്, ലുക്ക് കോ ദേഖിന ലുക്കിനെ നോക്കണം. അതിന് മാഷ ട്രോളിയതാണ് വെറുതെ, ഒരു തമാശ പോലെ പറഞ്ഞു. ആദ്യം സ്പെല്ലിങ് കറക്റ്റ് പറഞ്ഞു, ലുക്ക് അഥവാ ലുക്കന്നെയാണ്, ലുക്കിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. മാഷൊന്ന് ട്രോളിപ്പോയി. മീനിങ് അങ്ങനെയാണ്. നാം കാ പഹല അക്ഷർ മിൽനേക്ക് വജഹ്സെ, പേരിൻ്റെ ആദ്യാക്ഷരം മിൽനേക്ക് വജഹ്സെ കിട്ടിയതിൻ്റെ കാരണത്താൽ. പേരിൻ്റെ ആദ്യാക്ഷരം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ലേഖകൻ്റെ പേര് മിഹിർ, മോർപാലിൻ്റെ മിഹിറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം, മോർപാലിൻ്റെ ഫസ്റ്റ് ലെറ്ററും എം തന്നെയല്ലേ. അങ്ങനെ രണ്ടുപേരും ഫസ്റ്റ് ലെറ്റർ എം ആണ്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ഒരേ അക്ഷരം കൊണ്ട് സ്പെല്ലിംഗ് കൊണ്ട് തുടങ്ങുന്ന കുട്ടികൾ അടുത്തടുത്തായിരിക്കാം. ഇങ്ങനെ പ്രസൻ്റ് എടുക്കുക എളുപ്പം കൊണ്ടായിരിക്കും. പേരിൻ്റെ ആദ്യ അക്ഷരം മിൽനേക്ക് ലഭിച്ചതിൻ്റെ വജഹ്സെ കാരണം കൊണ്ട്, ക്ലാസ് കി ദരിപ്പട്ടി പർ ക്ലാസ്സിലെ കാർപ്പറ്റിൽ, ദരിപ്പട്ടി എന്നൊക്കെ പറഞ്ഞാൽ കാർപ്പറ്റ് ഇരിക്കാനുള്ള സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ കുട്ടികൾ ഇരിക്കാനുള്ള ഇരിപ്പിടം അല്ലെങ്കിൽ ചെറിയ ചാക്കോ തുണിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം, ബെഞ്ചും ഡെസ്കൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ പറയാണ് പേരിൻ്റെ ആദ്യാക്ഷരം ലഭിച്ചതിൻ്റെ കാരണം കൊണ്ട് ക്ലാസ് കി ദരിപ്പട്ടി പർ ക്ലാസ്സിലെ കാർപ്പറ്റിൽ, ഹമാരി ബൈഠ്നെ കി ജഗഹ് ബി ഞങ്ങളുടെ ഇരിപ്പിടങ്ങൾ, ബൈഠ്നെ കി ജഗഹേ ഇരിപ്പിടം ഇരിക്കാനുള്ള സ്ഥലം അഥവാ സീറ്റ്, ജഗഹ് എന്ന് പറയുന്ന സ്ഥലമാണ്, ബൈഠ്നെ കി ജഗഹ് എന്ന് പറഞ്ഞാൽ സീറ്റ് ഇരിക്കാനുള്ള സ്ഥലം. അത് സാത്ത് ഹീ ഥി ഒരുമിച്ചാണോ, അടുത്തടുത്താണ് അല്ലെങ്കിൽ ഒരുമിച്ചാണ്. അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ മോർപാലും നമ്മുടെ മിഹിറും അടുത്തടുത്തായിരുന്നിരുന്നു, ഒരുമിച്ചായിരുന്നു. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ കി ഡിപ്പേ മേ
ആ മോർപാൽ ജിസ്കി അവൻ മേരെ ഖാനെ കി ടിപ്പേ മേ. ഇനി പറയാണ് വേറെ സംഭവം പറയാണ്. മേരെ ഖാനെ കി ടിപ്പേ മേ, എൻ്റെ ഖാനെ കി ടിപ്പ. ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ടിപ്പ എന്ന് പറഞ്ഞാൽ പാത്രം, ടിഫിൻ ബോക്സ്, ഭക്ഷണപാത്രം. എൻ്റെ ഭക്ഷണപാത്രത്തിൽ അഥവാ ടിഫിൻ ബോക്സിൽ രാജ്മ എന്ന് പറയണത് നമ്മുടെ ഒരു ധാന്യം മമ്പയർ ഉണ്ടല്ലോ, മമ്പയർ, ആ സംഭവം തന്നെ രാജ്മ എന്ന് പറയുന്നത്. ഒന്നുകൂടി രാജ്മ മമ്പയർ അല്ല ശരിക്കും. മമ്പയറിൻ്റെ വെറൈറ്റി നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. ഇത്തിരി കൂടി വലിയ ഏകദേശം മമ്പയറിൻ്റെ ഒക്കെ മൂത്താപ്പയായിട്ട് വരും. കുറച്ച് വലിയ സാധനം, മമ്പയറിൻ്റെ പോലെ തന്നെ കാഴ്ചയില്ല, പക്ഷെ ഒന്നുകൂടി വലിയ സാധനമാണെന്ന് മാത്രം. അത് കണ്ടപ്പോൾ, ആ രാജ്മ കണ്ടപ്പോൾ ബാംചേൻ ഗിൽ ജാത്തീതി, ഇഷ്ടമുണ്ടായി. ബാംചേൻ ഇഷ്ടം, ഗിൽ ജാത്തീതി വിടരുക എന്നൊക്കെ അർത്ഥം. പക്ഷെ ഇവിടെ അർത്ഥം ഉണ്ടായി. അതായത് നമ്മളിപ്പോൾ ഇതുവരെ കഴിക്കാത്ത ഭക്ഷണം കാണുമ്പോഴേ നമ്മൾക്ക് കൊതി വരൂലേ? ബിരിയാണി കാണുമ്പോഴോ, ഫ്രൈഡ് റൈസ് കാണുമ്പോഴോ, എന്തിനേറെ തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ പാത്രത്തിൽ അച്ചാർ കാണുമ്പോഴേക്കും നമ്മുടെ വായിൽ വെള്ളം ഊരില്ല. അതേപോലെ ഉണ്ടാവും അല്ലേ? അച്ചാർ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് ഗേൾസ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്. ആ മോർപാൽ അവന് എൻ്റെ ഭക്ഷണപാത്രത്തിൽ ഈ രാജ്മ തന്നെ പറയുന്നത് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ ജാംജൂമിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ പാഠം പഠിച്ചിട്ട് അല്ലെങ്കിൽ പാഠം ഇറങ്ങിയ സമയത്ത് കാണാൻ വേണ്ടി ഞാനത് വാങ്ങി അത് വെച്ചിരുന്നു. വലിയ ടേസ്റ്റൊന്നുമില്ല, മമ്പയറിൻ്റെ ഒക്കെ വേറെ സംഭവം തന്നെ. രാജ്മ തന്നെ പറയുന്നത് എന്നോട് വലിയ മമ്പയറിൻ്റെ സാധനമാണ് തോന്നുന്നു. അപ്പോൾ മീനിങ് ഇങ്ങനെയാണ്. പേരിൻ്റെ ആ മോർപാൽ എൻ്റെ ഭക്ഷണപാത്രത്തിൽ രാജ്മ കണ്ടപ്പോൾ ഇഷ്ടമുണ്ടായി, കൊതി വിടർന്നു, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്നു. ഹമാര സൗദാദ ഞങ്ങളുടെ ഇടപാട്. ഹമാര സൗദാദ ഖേൽ ഖണ്ഡി മേം ഖാനേക്ക് അദലാ ബദലിക്ക്. ഞങ്ങളുടെ ഇടപാടെന്ന് പറയണത്, ഞങ്ങൾക്കിടയിലുള്ള കച്ചവടം എന്ന് പറയണത് ഖേൽഖണ്ഡി എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്. വാക്കർത്ഥം ശരിക്കും ഖേൽഖണ്ഡി എന്നൊക്കെ പറഞ്ഞാൽ PT പീരീഡ് ഫസ്റ്റ് പാഠത്തിൽ ഡീർബോട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെ വെക്കണ്ട. ഉദ്ദേശിക്കുന്നത് ഖേൽഖണ്ഡി എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്കിൽ ഖാനേക്ക് അദലാ ബദലിക്ക്, ഭക്ഷണത്തിൻ്റെ അദലാ ബദല കൈമാറ്റം, ഭക്ഷണം കൈമാറുകയായിരുന്നു ഞങ്ങളുടെ ഇടപാട്. എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങളൊക്കെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലഞ്ച് സമയത്ത് കൈമാറൂലേ? ഇല്ലേ? ആ സംഭവം തന്നെ കേട്ടോ, അങ്ങോട്ട് കൈമാറും. അതാണ് ഞങ്ങളുടെ ഇടപാട്. യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ ഘർ സെ ആയ ബഡാ സാ ചാച്ച് കാ ഡിബ്ബ മേര. അതായത് മേരെ ടിഫിൻ കെ, എൻ്റെ ടിഫിനിലെ, എൻ്റെ ഭക്ഷണത്തിലെ രാജ്മ ചാവൽ, രാജ്മ ചോറ് എന്നർത്ഥം, മമ്പയറും രാജ്മയും ചോറും പാടെയുള്ളത്. അത് ഉസ്കെ അവന്, ഞാൻ കൊണ്ടുവന്ന രാജ്മ ചാവൽ അവനും, ഉസ്കെ ഘർസെ ആയ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബഡാസ ചാച്ച് കാ ടിപ്പ, വലിയ ബഡാസ, വലിയ, ചാച്ച് എന്ന് പറഞ്ഞാൽ മോര്, വലിയ മോരിൻ്റെ ഡിബ്ബ പാത്രം, മേര എനിക്കും. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന രാജ്മ ചാവൽ അവനും, അവൻ കൊണ്ടുവന്ന മോരിൻ്റെ വലിയ പാത്രം, ചാച്ച് എന്ന് പറഞ്ഞാൽ മക്കളെ മീനിങ് മോരിൻ്റെ വലിയ പാത്രം എനിക്കും. ഉഷാറാണ് അല്ലേ? അപ്പോൾ കോൻ രാജ്മ ചാവൽ ലാത്താതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാം. ആരാണ് രാജ്മ ചാവൽ കൊണ്ടുവന്നത്? മിഹിർ. കോൻ ചാച്ചിക്കാ ടിബ്ബ ലാത്താത, ആരാണ് മോരിൻ്റെ വലിയ പാത്രം കൊണ്ടുവന്നത്? മോർപാൽ അല്ലേ? അപ്പോൾ രാജ്മ ചാവൽ കിസ്കോ ബഹുത്ത് പസന്ത് ആയ, ആർക്കാണ് രാജ്മ ചാവൽ വളരെ ഇഷ്ടമായത്? ആർക്കാണ് നമ്മുടെ രാജ്മ ചാവൽ ഇഷ്ടമായത്? മോർപാലിന്. അവർ നമ്മുടെ മിഹിറിന് എങ്ങനെയാണ്? മിഹിറിന് ഇഷ്ടമുള്ള സംഭവം എന്താണ്? ചാച്ച്, മോര് അല്ലേ? ഓക്കെ. അത് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന, ലേഖകൻ പറയാണ്, മേനേലായ ഞാൻ കൊണ്ടുവന്ന ആ ഒരു രാജ്മ ചാവൽ അവനും, അവൻ കൊണ്ടുവന്ന ചാച്ചിക്ക ബഡാ ടിപ്പ എനിക്കും. ഓക്കെ, അതാ പറഞ്ഞു കേട്ടോ. ഉസേ പതാതാക്കി ചാച്ച് മേരി കംസോരി ഹെ. ഉസേ പത്താഥ, അവന് അറിയാമായിരുന്നു. ഉസേ അവന്, ഉസേ എന്ന് പറയുന്നത് വഹ് പ്ലസ് കോ, ഉസേ. അവന്
ഉസേ പതാത അവൻ അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ചാച്ച് മേരി കംസോരി ഹെ, മോര് എൻ്റെ വീക്ക്നെസ് ആണെന്ന്. ചാച്ച് മേരി കംസോരി, വീക്ക്നെസ്, ദൗർബല്യം. എനിക്ക് മോര് കിട്ടിയാൽ മതി. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ടാവുമല്ലോ ഭക്ഷണത്തിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മോര് എൻ്റെ വലിയൊരു വീക്ക്നെസ് ആണ്, ദൗർബല്യമാണ് എന്ന് അവന്, അവനെന്ന് പറഞ്ഞാൽ ആർക്കാണ്? നമ്മുടെ മോർപാലിൽ അറിയാമായിരുന്നു. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ കതൈ അന്താസ നഹീ था. ലേക്കിൻ എന്നാൽ, മുझे എനിക്ക്, മോർപാൽ സെ മിൽനെ സെ മോർപാലിനെ കണ്ടുമുട്ടുന്നതിൻ്റെ, എന്നാൽ എനിക്ക് മോർപാലിനെ കണ്ടുമുട്ടുന്നതിൻ്റെ, പഹലെ മുമ്പ്, കതൈ ഒട്ടും, ഒട്ടും ഒട്ടും എന്ന് പറയും, അന്താസ ഊഹിക്കാൻ, ഒട്ടും ഊഹിക്കാൻ പോലും എന്ത് കഴിഞ്ഞില്ല? മേരെ ലിയെ രാജ്മാ ജൈസി സാമാന്യ സി ചീസ് കിസി കെ ലിയെ ഇതനി ഖാസ് ഹോ സക്തി. മേരെ ലിയെ എൻ്റെ, രാജ്മ, രാജ്മ തന്നെ, ജൈസി പോലെയുള്ള, രാജ്മ പോലെയുള്ള, സാമാന്യ സി ചീസ് ഒരു സാധാരണ വസ്തു, എൻ്റെ രാജ്മ പോലെയുള്ള ഒരു സാധാരണ വസ്തു, കിസി കേലിയെ ആർക്കെങ്കിലും, ഇത്തനി ഇത്രയും, ഖാസ് ഹോ സക്തിയെ ഇത്രയും ഇഷ്ടമാകുമെന്ന്. മൊത്തം അർത്ഥം പറയുമ്പോൾ എങ്ങനെയാണ്? എനിക്ക് മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായിട്ട് എൻ്റെ രാജ്മ പോലെയുള്ള ഒരു സാധാരണ വസ്തു ആർക്കെങ്കിലും ഇത്രയും ഇഷ്ടമാകുമെന്ന് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതായത് രാജ്മ എന്ന് പറയുമ്പോഴേ ഒരു വലിയ വില കൂടിയ പണക്കാർ മാത്രം കഴിക്കുന്ന ഭക്ഷണമൊന്നുമല്ല, സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണമാണ്. അത് പക്ഷെ അതുപോലും നമ്മുടെ മോർപാലിന് വളരെ സംഭവമാണ്, ഇഷ്ടമാണ് എന്നെനിക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടാത്തതുമായ കഴിക്കാൻ ഭയങ്കര ആഗ്രഹങ്ങൾ ടി വിയിലോ അല്ലെങ്കിൽ വല്ല ആഡോ പരസ്യം കാണുമ്പോഴൊക്കെ അത് കിട്ടിയിരുന്നെങ്കിൽ, ഇതുവരെ കഴിക്കാത്ത ഒരുപാട് വസ്തുക്കളില്ലേ. പക്ഷെ അതിനകത്ത് രാജ്യമോ വലിയ സാധനമൊന്നുമില്ല, പക്ഷെ ഇവന് അതുപോലും നമ്മുടെ മോർപാൽ ഭയങ്കര സംഭവമാണ്. മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ് में रखे, राजमा को खाने से पहले कभी राजमा देखा भी नहीं था. മോർപാല് മേരെ ടിഫിൻ ബോക്സ് में रखे, മോർപാൽ എൻ്റെ ടിഫിൻ ബോക്സിൽ വെച്ചിരിക്കുന്ന, മോർപാൽ എൻ്റെ ടിഫിൻ ബോക്സിൽ, രഖ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്ന, രാജ്മാക്കോ ഖാനേസെ രാജ്മ തിന്നുന്നതിൻ്റെ, പഹലെ മുമ്പ്, കബി ഒരിക്കലും, രാജ്മ ദേഖാബി നഹീന്ത രാജ്മ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഒരിക്കൽ കൂടി പറയാം, മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ് മേം രഖെ, മോർപാല് എൻ്റെ ടിഫിൻ ബോക്സിൽ വെച്ചിരിക്കുന്ന, രാജ്മാക്കോ ഖാനേസെ രാജ്മ തിന്നുന്നതിൻ്റെ മുമ്പ്, കഭി ഒരിക്കലും, രാജ്മ ദേഖാബി നഹീന്ത രാജ്മ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഓക്കെ, वो हमारे स्कूल के 15 കിലോമീറ്റർ ദൂർക്കെ, അവൻ ഞങ്ങളുടെ സ്കൂളിലെ 15 കിലോമീറ്റർ ദൂരെയുള്ള, അവൻ ഞങ്ങളുടെ സ്കൂളിലെ 12 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 15 കിലോമീറ്റർ ദൂരെയുള്ള, കിസി ഗാവുസെ ഏതോ ഗ്രാമത്തിൽ നിന്നും, സൈക്കിൾ ചവിട്ടിയിട്ടാണ്, റോസ് എന്നും, സ്കൂൾ ആത്താത സ്കൂളിലേക്ക് വന്നിരുന്നത്. അല്ലേ? അവൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയുള്ള ഏതോ ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയിട്ടാണ് എന്നും സ്കൂളിലേക്ക് വന്നിരുന്നത്. 15 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിലമ്പൂർ കഴിഞ്ഞ് വടവർ മമ്പാടിൻ്റെ ഒക്കെ അടുത്തുണ്ടാവും. മമ്പാടിൽ നിന്നൊക്കെ ഡെയിലി നിങ്ങൾ കേരള സ്കൂളിലേക്ക് വരുമോ? സൈക്കിൾ ചവിട്ടിയിട്ട് നടക്കുന്ന കാര്യമാണല്ലേ. ഓക്കെ. പക്ഷേ മോർപാൽ സംഭവമാണ്. മേം ആജ് തക് നഹീം ജാൻ പായാ കി കൈസെ വഹ് ഉസ് ചാച്ച് കെ ഡിബ്ബെ കോ रोज 15 കിലോമീറ്റർ ബിന സരാഫി ചൽക്കായെ ലിയെ ആത്താ ഥ. മേം എനിക്ക്, ആജ് തക്ക് ഇന്നേ വരെ, നഹീം ജാൻ പായ അറിഞ്ഞില്ല, എനിക്ക് ഇന്നേ വരെ എന്തറിഞ്ഞിട്ടില്ല,
കൈസെ എനിക്ക് ഇതുവരെ അറിയാത്ത സംഗതിയാണ്. കൈസെ എങ്ങനെയാണ്, വഹ് അവൻ, ഉസ് ചാച്ചുക്കെ ഡിബേക്കോ എങ്ങനെയാണ് അവൻ ആ മോരിന്റെ പാത്രത്തെ, റോസ് എന്നും 12 കിലോമീറ്റർ എന്നും 15 കിലോമീറ്റർ, ബിന സരാബി ചൽക്കായ, ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ, കൂടാതെ, സരാബി അല്പം പോലും, ചൽക്കായലിയെ തുളുമ്പുക. അപ്പം നമുക്കറിയാം ഈ നമ്മുടെ സൈക്കിളിലോ ബൈക്കിലൊക്കെ സാധാരണ സാധനം കൊണ്ടുവരാൻ പ്രയാസമില്ല, പക്ഷേ വെള്ളം ഒക്കെ ആണെങ്കിൽ ലിക്വിഡൊക്കെ ആണെങ്കിൽ ആകെ തുളുമ്പിപ്പോവില്ലേ. അപ്പോൾ എനിക്കിന്നും അറിയാത്ത സംഗതിയാണ് എങ്ങനെയാണ് അവൻ ആ മോരിന്റെ വലിയ പാത്രം 15 കിലോമീറ്റർ അല്പം പോലും തുളുമ്പാതെ ആത്താത വന്നിരുന്നത്. എനിക്കിന്നും അറിയാത്ത സംഗതിയാണ്. എന്നും എനിക്ക് കൂടി പറയാൻ സെന്റൻസ് എങ്ങനെയാണ്, മേ എനിക്ക്, ഇവിടെ ഞാൻ അർത്ഥം വെക്കേണ്ട എനിക്ക്, ആജ് തക്ക് ഇന്നേ വരെ, നഹീം ജാൻ പായ അറിവുണ്ടായിട്ടില്ല, എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അറിവുണ്ടായിട്ടില്ല. എന്താ അറിവുണ്ടായിട്ടില്ല? കൈസെ എങ്ങനെയാണ്, വഹ് അവൻ, ഉസ് ചാച്ചുക്കെ ഡിബേക്കോ ആ മോരും പാത്രത്തെ, റോസ് എന്നും 12 കിലോമീറ്റർ 15 കിലോമീറ്റർ, ബിന സരാബി ചൽക്കായ അല്പം പോലും തുളുമ്പാതെ, ആത്താത വന്നിരുന്നത് എന്നെനിക്ക് ഒരു 15 കിലോമീറ്റർ ദൂരം ഇത്രയും വലിയൊരു പാത്രമൊക്കെ വെച്ചു അല്പം പോലും തുളുമ്പാതെ എങ്ങനെയാണ് വന്നത് എന്ന് എനിക്കിന്നും അറിയില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ചാൻസ് ഉള്ള പാരഗ്രാഫാണ്. അപ്പോൾ മിഹിർ കാ ബച്പൻ കാ മിത്ര കോൻ ഥാ, ആരാണ്? മോർപാൽ അല്ലേ. ഓക്കെ, പിന്നെ മോർപാൽ ഖാനെ കെ ലിയെ ക്യാ ലാത്താ ഥാ, മോർപാൽ എന്താ കൊണ്ടുവന്നത്? ചാച്ചു കാ ബഡാ ഡിബ്ബ. ഖാനെ കെ ലിയെ മിഹിർ ക്യാ ലാത്താ ഥാ, എന്താ കൊണ്ടുവന്നത്? മിഹിർ എന്ത് കൊണ്ടുവന്നു? രാജ്മാ ചാവൽ അല്ലേ. രാജ്മാ ചാവൽ കിസ്കോ ബഹുത്ത് പസന്ത് ഥാ, ആർക്കാണ് രാജ്മാ ചാവൽ വളരെ ഇഷ്ടം? മോർപാൽ. അവർ ചാച്ച് കിസ്കോ ബഹുത്ത് പസന്തായ, ആർക്കാണ് നമ്മുടെ മോരിഷ്ടമായത്? മിഹിറിന് അല്ലേ. പിന്നെ നമ്മുടെ മോർപാലിനെ കുറിച്ച് മിഹിറിനെ കുറിച്ചൊക്കെ അവരുടെ ചരിത്രഗത വിശേഷണം അഥവാ അവരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ ഇപ്പോൾ മിഹിറാണെങ്കിൽ, മിഹിറിനെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ മിഹിർ ലേഖകനാണല്ലോ, മോർപാലിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് ഈ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന എഴുതിയ ലേഖകൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരനായിരുന്നു മോർപാൽ. ഹിന്ദി പറയുമ്പോഴെങ്ങനെയാണ്? അയാം കലാം കെ ബഹാനെ ലേഖ और समीक्षा के लेख मिहिर के बचपन का मित्र था मोरपाल. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് മിഹിർ കാ ബച്പൻ കാ മിത്ര ഥാ മോർപാൽ എന്ന് മാത്രമായാലും മതി കേട്ടോ. മിഹിർ കെ ബച്പൻ കാ മിത്ര ഥാ മോർപാൽ. പിന്നെ അവനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. വഹ് ഏക്ക് ഗരീബ് പരിവാർ കാ ലഡ്കാ ഹെ, നമുക്ക് എഴുതിത്തരും ഗരീബ് പരിവാർ കെ ലഡ്കാ ഹെ. ഖാനെ കെ ലിയെ വഹ് ചാച്ചു കാ ബഡാ ഡിബ്ബ ലാത്താ ഥാ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. മിഹിറിനെ കുറിച്ച് മോർപാലിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ സംഗതിയാണ്. ശരിക്കും വായിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും വായിക്കുക. കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഒന്നുമല്ല വേണ്ടത്, ഡൗട്ട് ചോദിക്കണം. ഡൗട്ട് കൃത്യമായി ചോദിക്കണം. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാലോ, സാറിന് ചോദിച്ചാൽ മതി. അതിൽ കൃത്യമായിട്ട് ഏതാണ് ഭാഗം മക്കൾക്ക് സംശയം അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് അയക്കട്ടോ. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ പാരഗ്രാഫ്. ശരിക്കും ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഭാഗം ഒരുപക്ഷെ ഞാനീ പറഞ്ഞ് വിട്ടുപോയ ഭാഗമൊന്നുമല്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ മഹാസംഭവങ്ങളായതുകൊണ്ടേ, നല്ല കുട്ടികളായതുകൊണ്ട് സംശയം ഉണ്ടാവുമല്ലോ. പഠിക്കുന്ന കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, ഉറപ്പല്ലേ? ഓക്കെ, ശരിക്കും വായിക്കുന്നു കേട്ടോ. സംശയം ചോദിക്കണേ.